പ്രീമിയർ പ്രോ മനസ്സിലാക്കി പഠിക്കണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ ഒരുപാട് യൂട്യൂബിൽ അലഞ്ഞിട്ടുണ്ടാവും. മിക്കതും ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഒക്കെ ആയിരിക്കും മിക്ക ട്യൂട്ടോറിയൽസും ഉണ്ടാവുക. ഇതുപോലുള്ള ട്യൂട്ടോറിയൽസ് എടുക്കുന്ന ചാനൽസ് മലയാളത്തിൽ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. സോ നല്ലതുപോലെ മനസ്സിലാവുന്ന രീതിയിൽ മലയാളം ട്യൂട്ടോറിയൽ സെറ്റ് ചെയ്യാൻ ഞാനൊന്ന് ശ്രമിക്കാം. സോ നമുക്ക് ആദ്യം പ്രീമിയർ പ്രോ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇത് 2025 വെർഷനാണ്. പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാനായിട്ട് ന്യൂ പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ പ്രീവിയസ് പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാനായിട്ട് റീസെൻറ്റ് ക്ലിക്ക് ചെയ്യാം. ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം പ്രൊജക്ട് നെയിം കൊടുക്കുക, പിന്നെ ലൊക്കേഷൻ കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ഫൂട്ടേജസ് വരും. അത് നമുക്ക് ആവശ്യമില്ല, അത് സ്കിപ്പ് ചെയ്യാം. ഫയൽസ് ഇമ്പോർട്ടിങ്. എഡിറ്റിങ്ങിന് വേണ്ട ഫൂട്ടേജസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇമ്പോർട്ടിലേക്ക് വരാം. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫയൽസ് കിടക്കുന്ന പാത്ത് കാണിച്ചു തരും. നിങ്ങൾക്ക് എവിടെയാണോ ഫയൽസ് ഉള്ളത് ആ പാത്ത് കാണിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ മതി, ഫയൽസ് ഇമ്പോർട്ട് ആയിക്കോളും. കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് ഇതുപോലൊരു ഫോൾഡർ സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. സീക്വൻസ് സെറ്റപ്പ്. എഡിറ്റിങ്ങിന് ആദ്യം വേണ്ടത് ഒരു ടൈം ലൈൻ ആണ്, അല്ലെങ്കിൽ സീക്വൻസ് ആണ്. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊജക്ട് വിൻഡോയിൽ കാണുന്ന ഈ ഫോൾഡർ, അതായത് നമ്മളൊരു സ്ട്രക്ചർ ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഫോൾഡറിൻ്റെ അകത്ത് ഒരു സീക്വൻസ് ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഈ ഐക്കണിൽ കൊണ്ടുപോകുമ്പോൾ ന്യൂ ഐറ്റം കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ സീക്വൻസ്. ഇവിടെ റെസൊല്യൂഷൻ, ഫ്രെയിം റേറ്റ് അനുസരിച്ച് ഒരുപാട് പ്രീസെറ്റുകളുണ്ട്. ആവശ്യാനുസരണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ പ്രീസെറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സീക്വൻസ് നെയിം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. സോ നമ്മുടെ സീക്വൻസ് ഇവിടെ നമ്മുടെ സീക്വൻസ് ഫോൾഡറിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ടൈം ലൈൻ അല്ലെങ്കിൽ സീക്വൻസ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ഓപ്ഷനിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ ഒരു സജഷൻ ആവശ്യമാണ്. ഞാനൊരു മാക്ബുക്ക് പ്രോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ M5 ആണ് എൻ്റെ മെയിൻ ഓപ്ഷൻ. സോ M5 പ്രോ എടുക്കണോ M5 മാക്സ് എടുക്കുന്നുള്ള കൺഫ്യൂഷനിൽ എനിക്ക് എന്തായാലും ഉണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതിൽ ബെസ്റ്റ് ഏതാണോ അത് ഞാൻ ചൂസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇമ്പോർട്ടിംഗ് ഫയൽസ് ടു ദ ടൈം ലൈൻ. നമ്മുടെ ഫൂട്ടേജസ് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഫയൽസ് ടൈം ലൈനിലോട്ട് എത്തിക്കേണ്ട ആവശ്യമുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ഫൂട്ടേജസ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ടൈം ലൈനിലേക്ക് വലിച്ചിടാം. അപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വരും. കീപ് എക്സിസ്റ്റിംഗ് സെറ്റിംഗ്സ് കൊടുക്കാം. നമ്മുടെ ഫയൽ ടൈം ലൈനിൽ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട മ്യൂസിക്കും ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. ട്രിമ്മിങ്. നമ്മുടെ ഫൂട്ടേജിന്റെ എല്ലാ ഭാഗവും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ ചുരുക്കുകയും നീട്ടുകയും ചെയ്യുന്നതിന്റെ പേരാണ് ട്രിമ്മിങ്. അതിനായിട്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ വീഡിയോയുടെ ഹെഡ് ഇതേപോലെ ചുരുക്കാം, ടെയിലും ഇതേപോലെ ചുരുക്കാം. ഇഫക്ട്സ്. ഒരു വീഡിയോയുടെ മാറ്റ് കൂട്ടുന്നതിന് എഫക്ട്സ് ആൻഡ് ട്രാൻസിഷൻസ് വളരെയധികം സഹായിക്കും. അതിനായിട്ട് എഫക്ട്സ് പാനലിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ഇഫക്ട്സ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഡിസോൾവ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഞാൻ ഡിസോൾവ് എന്ന് സെർച്ച് ചെയ്തിട്ട് ക്രോസ് ഡിസോൾവ് ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ 2 ക്ലിപ്പിൻ്റെ ഇടയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ അഡിറ്റീവ് ഡിസോൾവും അടുത്ത 2 ക്ലിപ്പുകൾക്ക് ഇടയിൽ ഇടുകയാണ്. അതേപോലെ ഡിപ്പ് ടു വൈറ്റും ഞാൻ ഇടുകയാണ്. അതേപോലെ ഞാൻ ഡിപ്പ് ടു ബ്ലാക്കും ഇടുകയാണ്. അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇഫക്ട്സ് ആൻഡ് കൺട്രോൾസ്. ഒരു ഫൂട്ടേജിൻ്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഫക്ട്സ് കൺട്രോൾ പാനൽ കൊടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഏത് ക്ലിപ്പാണോ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ക്ലിപ്പിൻ്റെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് ഇഫക്ട്സ് കൺട്രോൾ പാനൽ വരാം. അപ്പോൾ അതിനകത്ത് മോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ, സ്കെയില്, റൊട്ടേഷൻ, ഒപ്പാസിറ്റി, ക്രോപ്പ് കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ പൊസിഷൻ ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാം, പെൻ ഡൗൺ ചെയ്യാം, നിങ്ങൾക്കത് സ്കെയിൽ ചെയ്യാം, നിങ്ങൾക്കത് റൊട്ടേഷൻ ചെയ്യാം, നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ടോട്ടൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ റീസെറ്റും ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പഴയ പോലെ കിട്ടും. കളർ ഗ്രേഡിംഗ്. കളേഴ്സാണ് ഒരു ഫൂട്ടേജിൻ്റെ ജീവൻ നൽകുന്ന ഒരു ഘടകം. നിങ്ങളുടെ ഫൂട്ടേജ് ലോഗിലാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് ഗ്രേഡ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഗ്രേഡ് ചെയ്യേണ്ട ഫൂട്ടേജ് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം അതിന് മേളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മോഡിഫൈ എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് കളർ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പോപ്പപ്പ് വരും. അതിനകത്ത് ഓവർ റൈഡ് മീഡിയ കളർ സ്പേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഏത് ലോഗിലാണോ ഷൂട്ട് ചെയ്തത് ആ പ്രീസെറ്റ് കാണിച്ചു കൊടുക്കാം. ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ക്യാനൻ്റെ ലോഗ് 3 സിനിമ ഗാമറ്റിലാണ്. ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. സോ നമ്മുടെ കളേഴ്സ് എല്ലാം ഫിക്സ് ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേണ്ട ക്ലിപ്പുകൾ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് ഓരോ ലുക്സും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഓരോ ലുക്കും നോക്കിയിട്ട് ഏതാണോ സ്യൂട്ടായത് അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് ഇവിടെ വരും. നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി വേണമെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നിങ്ങളുടെ ഗ്രേഡ് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം. ഓഡിയോ കൺട്രോൾസ്. ഓഡിയോ ആട്രിബ്യൂട്ട്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ഓഡിയോ ട്രാക്ക് മിക്സ് പാനൽ കൊടുത്തിട്ടുണ്ട്. ഈ ട്രാക്ക് മിക്സറിൽ നിങ്ങൾക്ക് ഓഡിയോ, ഗെയിൻ, ലെഫ്റ്റ് റൈറ്റ് ബാലൻസ് എന്നിവ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഈ ഓപ്ഷൻ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് വിൻഡോയിൽ പോവുക, ഓഡിയോ ട്രാക്ക് മിക്സർ സെലക്ട് ചെയ്യുക, റീൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് താഴെ കാണുന്ന പോലെ A1, A2, A3, A4 എന്ന് പറഞ്ഞ പോലെ A1, A2, A3, A4 ഇങ്ങനെ ഇൻഡിവിജ്വൽ ചാനൽസും കൺട്രോൾ ചെയ്യാം. ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ഗെയിനും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് സെറ്റിംഗ്സ്.
നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടാൽ ചെയ്ത മനോഹരമായൊരു വർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എഡിറ്റ് ടാബിൻ്റെ തൊട്ടടുത്തുള്ള എക്സ്പോർട്ട് ടാബിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് കാണാം ഫയൽ നെയിം. അവിടെ നിങ്ങൾ ഫയൽ നെയിം കൊടുക്കുക, ലൊക്കേഷൻ, അതായത് എവിടെയാണ് പാത്ത് വേണ്ടെന്നുള്ള ലൊക്കേഷൻ കാണിച്ചു കൊടുത്തിട്ട് അതിൽ ജസ്റ്റ് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള ലൊക്കേഷൻ പാത്താവും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീസെറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ ഫോർമാറ്റ് നമ്മുടെ ടൈം ലൈന് മാച്ച് ആവുന്നതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഓവർ സ്കെയിൽ ആവാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ഫുൾ HD ഫയൽ ആയതുകൊണ്ട് നമ്മൾ ഫുൾ HD സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റ് കാണിച്ചു കൊടുക്കുക. H264 ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അത് യൂണിവേഴ്സൽ ഫോർമാറ്റ് ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. അതിനുശേഷം വീഡിയോ ടാബിലേക്ക് വരാം. നിങ്ങൾ നിങ്ങളുടെ റെസൊല്യൂഷൻ എല്ലാം പ്രോപ്പർ ആണോ ചെക്ക് ചെയ്യുക, ഫ്രെയിം റേറ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം മോറിൽ ക്ലിക്ക് ചെയ്യുക. മോറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഹാർഡ്വെയർ എൻകോഡിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബെറ്റർ എക്സ്പോർട്ടിംഗ് പെർഫോമൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ്വെയർ എൻകോഡിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതെല്ലാത്തിലും വർക്ക് ചെയ്യില്ല. ചില ഫോർമാറ്റുകളിൽ ഹാർഡ്വെയർ കിട്ടില്ല, സോഫ്റ്റ്വെയർ മാത്രമേ കിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾ താഴേക്ക് വന്നിട്ട് ബിറ്റ് റേറ്റ് എൻകോഡിംഗ് എങ്ങനെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ VBR ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ CBR ചൂസ് ചെയ്യുക. ഇതിൽ ഏത് ചൂസ് ചെയ്താലും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങളുടെ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് ചൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓഡിയോ ടാബിലോട്ട് വരാം. നിങ്ങൾ ആ ഓഡിയോ ടാബിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ ഓഡിയോ ഫോർമാറ്റ് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിനുശേഷം ഓഡിയോ കോഡക്ക് പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. സാമ്പിൾ റേറ്റ് ചെക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ചാനൽ സെറ്റ് ചെയ്യുക. സ്റ്റീരിയോ ആണോ, 5.1 ആണോ, മോണോ ആണോ, ഇനി 7.1 ആണോ എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ബിറ്റ് റേറ്റ്, അതായത് ഓഡിയോയുടെ ബിറ്റ് റേറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക. 320 ഒരു സ്വീറ്റ് സ്പോട്ടാണ്, അതൊരു ബെറ്റർ ക്വാളിറ്റിയാണ്. സോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരെ ബൈ.